അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേന്ന് പറഞ്ഞാൽ നമ്മളിന്ന് കോഴിയാടൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. ചെറിയ വീഡിയോ ആണ്, നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണൂലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എല്ലാവരും വേഗം പോരിട്ടാ. പിന്നെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. ചെയ്യാത്തവരൊക്കെ നല്ല അടിപൊളി ആയിട്ടാ കോഴിയാട. ഞാൻ ആദ്യമായിട്ട് കഴിച്ചു നോക്കുകയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മക്കളെ, ഇന്നലെ രാത്രി നമ്മളെ വീട്ടിലെ ഗ്യാസ് തുറന്നു കേട്ടോ. അപ്പം പിന്നെ പകലൊക്കെ അങ്ങനെ പോയി. പിന്നെ ഇനി വൈകിട്ടാണല്ലോ കുക്കിങ് കാര്യങ്ങളും നല്ലോണം തുടങ്ങുക. പിന്നെ ചോറ് കുറച്ച് തിളപ്പിക്കാണ്ടായിരുന്നു, അത് തീ പിടിപ്പിച്ചിട്ട് അങ്ങനെ തിളപ്പിച്ചുട്ടോ. ഞാൻ പിന്നെ ഇന്നലെ രാത്രി കുറേ നോക്കി, എനിക്ക് ഒറ്റയ്ക്ക് വെക്കാൻ വയ്ക്കുമെന്നുള്ളൂ. അപ്പോൾ ഞാൻ വെച്ചപ്പോൾ അത് ഇങ്ങോട്ട് പിടിച്ച് തിരിക്കുമ്പോൾ അതാണ് പോരുട്ടോ. അങ്ങനെ പിന്നെ വൈകിട്ടായപ്പോൾ ആങ്ങളെ വന്നു, ഓരങ്ങനെ വെച്ച് തന്നു കേട്ടോ. പിന്നെ ഇനി കുക്കിംഗ് ഒക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് ഇടിയപ്പാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ നൂൽപുട്ടു എന്നാണ് കേട്ടോ ഇതിന് പറയൽ. എല്ലായിടത്തും ഇടിയപ്പം എന്നല്ലേ പറയൽ. അപ്പോൾ ഇഡ്ഡലിൻ്റെ തട്ടിൽ ഇങ്ങനെ തിരിച്ച് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് തട്ടിയിലും വെക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഓട്ടോട്ട പാത്രം ഉണ്ടല്ലോ, അതിലും വെക്കുന്നുണ്ട് കേട്ടോ. അതിൽ വായൻ്റെ ഇല വെച്ചിട്ട് ഇത് ആദ്യം വെക്കും. ഇത് വെന്ത് ഇറക്കുമ്പോൾ പിന്നെ കുറച്ച് നേരം ഇത് കറക്കി തിരിഞ്ഞാവണ്ടേ, അപ്പോൾ ആ ഒരു ടൈമിൽ മറ്റേതും വെക്കും കേട്ടോ. അങ്ങനെ രണ്ടെണ്ണത്തിലായിട്ട് മാറി മാറി വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഇഡ്ഡലിയല്ല നൂൽപുട്ട് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് വേറൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, കോഴിയാട. അതിനായിട്ട് ആദ്യം കുറച്ച് മൈദപ്പൊടി കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് ചാമ്പി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ അതോടെ ഇരിക്കട്ടെ. ഉമ്മ അതിൻ്റെ ഇടയിൽ പരത്തി തരൂട്ടെ. നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഉള്ളിയും അതേപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും പിന്നെ കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ പൊടിയാളി ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, അതേപോലെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് പൊടികളുടെ കുത്തുമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ചിക്കന് അതൊക്കെ ഒന്ന് എല്ല് വേറെടുത്തിട്ട് മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തു. അതും കൂടെ നമ്മൾ ഇതിലിട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളെ ഫില്ലിംഗ് ഒക്കെ റെഡിയായി. ഇനി ഇതാ ഉമ്മ ഇവിടെ നല്ല നീട്ടി പരത്തി പാത്രമൊക്കെ വെച്ച് പരത്തിയെടുത്ത് നമ്മളെ സംഭവം ഇട്ടത് ഈ ഷീറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ ഒരു അച്ചുണ്ടല്ലോ, അതിൽ ഈ ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിലും ഫില്ലിങ് നിറച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം പുറത്തുള്ളതൊക്കെ ഇതാ കളയുന്നുണ്ട്. ഇനിയും അതിൽ കൂട്ടിയിട്ട് പരത്തുട്ടാ നമുക്ക് അടുത്ത ഷീറ്റ് ഉണ്ടാക്കാൻ. അങ്ങനെ നമ്മളെ സംഭവം ഇതാ ഓരോന്നായിട്ട് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ട് ഇതിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ശരിയാവില്ല, നല്ലപോലെ കിട്ടൂല എന്നാണ്. സംഭവം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കോഴിയാടൻ്റെ എല്ലാ സംഭവങ്ങളും സെറ്റായി. ഇനി എണ്ണയിലിട്ടിട്ട് അങ്ങോട്ട് പൊരിച്ചെടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റ്. ഞാൻ ഫസ്റ്റ് ആയിട്ട് കഴിക്കാണിത്. ഞാനിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വാളിലും അവിടെ ഇവിടെയൊക്കെ പോയാൽ കോഴിയാടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവില്ല, നല്ല വിലയുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കുറേ കാലം ഇരിക്കുന്നൊക്കെയാണ് കേട്ടോ പറയണത്. അങ്ങനെ നല്ല ടേസ്റ്റുള്ള ഐറ്റം ആയിരുന്നു. അപ്പം ഇനി ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കുക. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇഡ്ഡലിക്ക് ഇതാ തേങ്ങാപ്പാൽ എടുത്തേക്കണം കേട്ടോ. തേങ്ങാപ്പാൽ കൂട്ടിയിട്ടാണ്, ഇഡ്ഡലിയല്ല നൂൽപുട്ട്, തേങ്ങാപ്പാൽ കൂട്ടിയിട്ടാണ് കഴിക്കണം. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ബീഫ് കുറച്ച് ബാക്കിയുണ്ട്. അതിലേക്ക് കുറച്ച് ഉള്ളിയും കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ ബീഫ് ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതും റെഡിയായി. തേങ്ങാപ്പാൽ ഇതാ, ബീഫ് വേണ്ടവർക്ക് അത് എടുക്കുക, തേങ്ങാപ്പാൽ പഞ്ചസാര കൂട്ടി കഴിക്കണവർക്ക് അങ്ങനെ എടുക്കുക. അങ്ങനെ തേങ്ങാപ്പാലും ബീഫും നൂൽപുട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും പറയാനില്ല, എനിക്ക് നല്ലോണം ഇഷ്ടമായിക്കണം കേട്ടോ. അപ്പോൾ ആരും എൻ്റെ ചായക്ക് കുറ്റം പറയണ്ട. ഇന്നത്തെ ചായ പോലെ തന്നെ കണ്ടിട്ട് നല്ല പൊടിയൊക്കെ ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കണേ. സർവത്ത് പോലെ ഒന്നുമല്ല, നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട തന്നെ. അപ്പോൾ മറ്റേ ചങ്ങായിണ്ടല്ലോ ബഷീർ മൂപ്പര് എപ്പോഴും തിന്നലുണ്ട് കേട്ടോ, പത്തിരിയും അതേപോലെ ബീഫും തേങ്ങാപ്പാലും. അപ്പം ഞാൻ വിചാരിച്ചതാണ്, ഇപ്പം ഏതായാലും പത്തിരി ഇല്ല, നൂൽപുട്ടാണുള്ളത്, ബീഫും തേങ്ങാപ്പാലും കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു. അതിന് മുന്നേ ആ ഒരു ദിവസം തേങ്ങാപ്പാലിലും പഞ്ചസാര ഇട്ടിട്ട് പത്തിരിൻ്റെ കൂടെ കഴിച്ചിരുന്നു കേട്ടോ. ഈ തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇടുമ്പോൾ പെട്ടെന്ന് മടുക്കൂട്ടോ, പഞ്ചസാര ഇടരുത്. ഇങ്ങനെ തേങ്ങാപ്പാൽ ഇങ്ങനെ എരിവുള്ള എന്തെങ്കിലും കറീൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുക, അങ്ങനെ ബീഫിൻ്റെ കൂടെ ഒക്കെ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഇതിപ്പോൾ ഞാൻ മൂപ്പരത് കോപ്പടിച്ചോന്നല്ല കേട്ടോ, ഓല് പത്തിരിൻ്റെ കൂടെ തിന്നണേ, ഞാൻ നൂൽപുട്ടിൻ്റെ കൂടെയും. അനിയിപ്പോൾ ആരും കോപ്പി അടിച്ചെന്നൊന്നും പറയണ്ട. അപ്പോൾ ഇതാ ഞാൻ കോഴിയാടൊക്കെ പിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇമ്മ പറഞ്ഞത് കോഴിയാടൻ്റെ ഉള്ളിൽ കുറച്ച് ഉപ്പ് കയറി പോയിക്കണമെന്നാണ്, പക്ഷെ ഇക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങളടുത്തൊരു കാര്യം പറയാണ്ട്, അമ്പടി പുളിസോളെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കാണാല്ലേ. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിക്കണ, ലൈക്ക് നിങ്ങൾ ഷെയർ തന്നാ കമൻറ്റ് തന്നാ. ഷെയർ തന്നേലും കുഴപ്പമില്ല, നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ഇട്ടിക്കണ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, ഇവിടെ വേഗം കമൻറ്റ് ഇടിട്ടാ. ഞാനിവിടെ നല്ല ചായ ഒക്കെ കുടിക്കുന്നുണ്ട്. ഇന്നത്തെ ചായ കണ്ടാ നല്ല കളറില്ലേ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ കൂടെ നിൽക്കണോണ്ടും വീഡിയോ കാണുന്നോണ്ടും നിങ്ങളെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.